വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോപ്പും സ്ഫോടന ശബ്ദവും വെസ്റ്റ് ബാങ്ക് സിറ്റിയായ ജനീനിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 9ാം ദിവസവും. ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആക്രമണം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടവരിൽ കൂടുതലും ജനീനിൽ നിന്നുള്ളവരാണ്. ഇസ്രായേൽ മിലിറ്ററി പറയുന്നത് ഞങ്ങൾ തിരയുന്നതും ആക്രമിക്കുന്നതും ഇസ്രായേലിലെ സിവിലിയന്മാരെ ആക്രമിച്ച ഫലസ്തീനികളെയാണെന്നാണ്. എന്നാൽ ഫലസ്തീനികൾ പറയുന്നത് ജനീനിൽ ഇപ്പോൾ ജയിലറയായി മാറിയിരിക്കുന്നു എന്നാണ്. ഇസ്രായേലി ഉപരോധം നിരവധി ഫലസ്തീനികളെ അങ്ങേറ്റത്തെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഇസ്രായേലി നിരാധന്മാരുടെ ബുൾഡോസറുകൾ ഫലസ്തീനികളുടെ വാഹനങ്ങൾ തച്ചുടച്ച് നശിപ്പിക്കുന്നതിന്റെ വീഡിയോയാണിത്. ഇതിനു പുറമെ ഇസ്രായേലി സേന റോഡുകളും മഴക്കുചാൽ ശൃംഖലകളും ഇലക്ട്രിക് കേബിളുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ലക്ഷ്യം ഹമാസിന്റെ സർവോന്മുഖമായ നാശമാണ്. അതിനുവേണ്ടി ഇസ്രായേലിനെ അവരെ തേടിപ്പിടിക്കാം, കൊല്ലാം, അതവരുടെ ലക്ഷ്യം. പക്ഷേ എന്തിനാണ് റോഡുകളും വീടുകളും വൈദ്യുതി ലൈനും എല്ലാം നശിപ്പിക്കുന്നത്? ഹമാസ് അല്ലാത്ത ഫലസ്തീനുകൾക്ക് ഫലസ്തീനിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? എന്തിനു വേണ്ടിയാണ് ഫലസ്തീനിലെ സാധാരണ മനുഷ്യരോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? അതിന് ഒരൊറ്റ ഉത്തരമേ കാണാൻ കഴിയൂ. ഈ സാധാരണ മനുഷ്യർ ഫലസ്തീനിലെ മുസ്ലിങ്ങളായി എന്നുള്ളതാണ്. ഫലസ്തീൻ മുസ്ലിങ്ങൾ ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. അവരെ ഒന്നാകെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെയും നെതന്യാഹുവിന്റെയും കൂടെ അമേരിക്കൻ ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെയും ലക്ഷ്യം. അത് അനുവദിച്ചു കൊടുക്കാനാവില്ല. തെറ്റ് ചെയ്യാത്ത ഫലസ്തീൻ ജനതയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അനുവദിക്കരുത്. അതിനുവേണ്ടിയാണ് ലോകം ശബ്ദിക്കേണ്ടതും ഒത്തുപിടിക്കേണ്ടതും. വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിലെയും കുടുംബങ്ങൾ വെള്ളവും ഭക്ഷണവുമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ജനീന്റെ തൊട്ടുവടക്കുള്ള അർബൂനിയൻ ഗ്രാമനിവാസികൾ ജനീനിലെ ജനങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ കളക്ട് ചെയ്താണ് ജനീനിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഇസ്രായേലിന്റെ ജനീൻ ഉപരോധത്തിന് ശേഷം ഇത് 4ാം തവണയാണ് അറബോണിയൻ ജനങ്ങൾ ജനീനു വേണ്ടി സഹായം നൽകുന്നത്. ഇസ്രായേലിന്റെ ഈ ആക്രമണം ഉപരോധവും എത്ര നാൾ നീളുമെന്നറിയില്ല. ജനീനിലെ ജനങ്ങൾക്ക് ഈ യുദ്ധം അവസാനിക്കും വരെ പരസ്പരം കൊണ്ടും കൊടുത്തും അതിജീവിക്കുകയേ നിവൃത്തിയുള്ളൂ. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ട്യൂബസിൽ ഒരു കാറിന് നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. അതിനിടയിൽ ട്യൂബസിനടുത്തുള്ള റെഫ്യൂജി ക്യാമ്പിൽ ഒരു കൗമാരക്കാരൻ ഇസ്രായേലി സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ആളുകൾ പറയുന്നത് വളരെ ക്ലോസ് റേഞ്ചിലാണ് ഇസ്രായേൽ സേന വെടിവെച്ചതെന്നാണ്. മധ്യ ഗസയിലും തെക്കൻ ഗസയിലുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇതിൽ 4 പേർ കൊല്ലപ്പെട്ടത് അൽ-അക്സ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നാണ്. ആശുപത്രി കോമ്പൗണ്ടിൽ ടെന്റുകളിൽ കഴിഞ്ഞിരുന്നവർക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിലാണ് കൗമാരക്കാരൻ കൊല്ലപ്പെട്ടത്. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ഇസ്രായേലി ഹെലികോപ്റ്ററുകൾ അൽ-മവാസിയിലും ദറൽ ബലയിലെ അൽ-അക്സ ആശുപത്രി പരിസരത്തും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ തെരുവുകൾ തുടർച്ചയായ 5ാം രാത്രിയിലും പ്രക്ഷുബ്ധമായി തുടരുകയാണ്. ഇസ്രായേലി ഗവൺമെന്റിലേക്ക് വെടിനിർത്തൽ അനിവാര്യമാണെന്നുള്ള സന്ദേശം എത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം. പ്രകടനക്കാർ പറയുന്നത് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാനുള്ള സമയം അവസാനിക്കുന്നുവെന്നാണ്. ഇനിയും വൈകിയാൽ ബന്ദികൾ ആരും തന്നെ തിരികെ നാട്ടിലെത്തുകയില്ലെന്നാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. പ്രകടനക്കാർ 27 ശവപ്പെട്ടികൾ ചുമന്നുകൊണ്ടാണ് ടെലവീവിന്റെ തെരുവുകളിൽ നിന്നും പ്രകടനം തുടങ്ങിയത്. പ്രതീകാത്മകമായ ശവപ്പെട്ടിയും ചുമന്നുകൊണ്ടുള്ള പ്രകടനം നെതന്യാഹുവിനെ അങ്ങേയറ്റം കളിയാക്കുന്ന ഒന്നാണ്. പ്രകടനക്കാരിൽ ഒരാൾ പ്രസംഗിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു എന്റെ കസിൻ കാർമലിനെ കൊന്നുവെന്നാണ്. ഇസ്രായേലി ജനങ്ങൾ നെതന്യാഹുവിനെ കൊലയാളി എന്ന് വിളിച്ച് ആക്രോശിക്കുന്നു. നെതന്യാഹുവിന് വെടിനിർത്തൽ കരാറിൽ താല്പര്യമില്ലെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. മറ്റൊരാൾ പറഞ്ഞത് ഞങ്ങൾക്കറിയാം ബന്ദികളെല്ലാം ജീവനോടെയുണ്ടെന്ന്. എന്നാൽ ഇനി അവർ തിരിച്ചു വരിക ശവപ്പെട്ടിയിലായിരിക്കും. 21 ബന്ദികൾ ഇപ്പോൾ തന്നെ ശവപ്പെട്ടിയിൽ തിരിച്ചു വന്നു. ഇനിയും ജീവനോടെ നിരവധി ആളുകൾ അവിടെയുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവർ കൊല്ലപ്പെടും മുമ്പ് അവരെ തിരികെ വീട്ടിലെത്തിക്കണം. നെതന്യാഹുവിന് ഇപ്പോഴും ഹമാസിനെ പഴിക്കാനേ സമയമുള്ളൂ. അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോടും ഹമാസിനോടും കരാറിലെ വിടവുകൾ നികത്തി എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നത് 90% ഓക്കെ ആയിട്ടുണ്ടെന്നാണ്. കരാർ പൂർത്തിയാക്കുന്നതിൽ ചില നിർണായക വിഷയങ്ങൾ പൂർണ്ണതയിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അത് പൂർത്തിയായാൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. നമുക്കറിയാം അമേരിക്കൻ ഇലക്ഷൻ കഴിയുന്നതുവരെ അമേരിക്ക ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാൽ ഗസ എന്നത് ചാപ്റ്റർ അവിടെ അമേരിക്കയുടെ മുന്നിൽ അവസാനിക്കും.